Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 7th സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് പാർട്ട് 1, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ 2 സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെയിൻ പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ റിസർച്ച് മെത്തഡോളജി. ഡിഗ്രിക്ക് നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് പഠിച്ചിട്ടുള്ളതാണ്. അത് കുറച്ചും കൂടിയും ഡെപ്തിലാണ് ഇവിടെ പഠിക്കാനുള്ളത്. ദെൻ 5 മൊഡ്യൂൾസിനെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 യൂണിറ്റ്സ് ആയിട്ട് കാണാൻ സാധിക്കും. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്തി ആണ് ഈ ഒരു പേപ്പർ. ബട്ട് എക്സാമിന് വരുന്ന ചില ഏരിയാസ് ഉണ്ട്, അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇപ്പം ഡിഗ്രിക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ച പല കാര്യങ്ങളും ഇവിടെ PGക്ക് വരാറില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ്, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്, അത് പിക്ക് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം. ആദ്യം നമുക്ക് റിസർച്ച് മെത്തഡോളജിയുടെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് വരുന്നത്. ദെൻ സിഗ്നിഫിക്കൻസ്, ക്ലാസിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ, മെത്തേഡ്സ്, പ്രോസസ്സ്, പ്രോബ്ലം, ലിറ്ററേച്ചർ റിവ്യൂ, ഹൈപ്പോത്തസിസ്. ആ പ്രോസസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. റിസർച്ച് ഡിസൈൻ, പോപ്പുലേഷൻ ആൻഡ് സെൻസസ്, സാമ്പിൾ ഡിസൈൻ, ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്, ഡാറ്റ കളക്ഷൻ, measurement and data, scaling, interpretation and processing, analysis, interpretation of data, research report writing. ഇതാണ് 20 ചാപ്റ്റേഴ്സ് 5 മൊഡ്യൂൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ആദ്യം പറയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു 5 യൂണിറ്റ് നോക്കിയാൽ 5 യൂണിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങൾ റിസർച്ച് പ്രോസസ്സ്, യൂണിറ്റ് നമ്പർ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഈ ബേസിക്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്കാണ് എന്തെങ്കിലുമൊക്കെ കണ്ടുവരാറ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ അങ്ങനെ റിപ്പീറ്റ് അല്ല, ഇത് ഒരു പ്രാവശ്യം കൂടെ വന്നിട്ടുള്ളൂ ഒരു essay ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ. നേരെ കുറച്ച് റിസർച്ച് പ്രോസസ്സ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ essayക്കും അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് എക്സ്പ്ലനേഷനുമായിട്ട് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ യൂണിറ്റ് നമ്പർ 6. ദെൻ നെക്സ്റ്റ് ലിറ്ററേച്ചർ റിവ്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. ഹൈപ്പോത്തിസിസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. ദെൻ അതിനുശേഷം സാമ്പിളിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ. നമുക്ക് essay പ്രതീക്ഷിക്കാം, 3 വെയിറ്റേജ് 2 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെ. സാമ്പിൾ ഡിസൈൻ, സാമ്പിൾ സ്റ്റഡി, സാമ്പിളിംഗ് ടെക്നിക്ക്, അതാണ് മറ്റൊരു ഏരിയ. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസിന്റെ പ്രോബ്ലം 3 വെയിറ്റേജിന് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ദെൻ പിന്നെ ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ പ്രൈമറി സെക്കൻഡറി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്കെയിലിംഗ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഡാറ്റ അനാലിസിസ് ആൻഡ് ഫൈനലി റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഈ പറയുന്ന ഏരിയാസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. മെജോറിറ്റി ചോദ്യങ്ങൾ ഈ യൂണിറ്റ്സിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ടോട്ടല് 3 പാർട്ടിൽ, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് തിയറി ചോദ്യങ്ങളാണ്. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് ടോട്ടല് 7 ചോദ്യങ്ങളിൽ നമുക്ക് 4 ആൻസർ ചെയ്താൽ മതി. അതിൽ സാധാരണ 2 പ്രോബ്ലംസ് അവരിടുന്നുണ്ട്. ലാസ്റ്റ് ഏരിയയിലാണ് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ essay 4 ഉള്ളതിൽ 3 തിയറിയും 1 പ്രോബ്ലമാണ് വരുന്നത്. ആ പ്രോബ്ലം എന്ന് പറയുന്നത് അനോവ, ഒരു പ്രാവശ്യം കോറിലേഷൻ, ഇതൊക്കെയാണ് മാറി മാറി. ഹൈപ്പോത്തസിസിൽ എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം, ഇതൊക്കെയാണ് നമുക്ക് QTയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ
പ്രോബ്ലം അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം പഠിച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ താല്പര്യം അത് ചെയ്യാം. ഇനിയിപ്പോൾ പ്രോബ്ലം പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ശരിക്കും പ്രശ്നം വരുന്നില്ല. കാരണം ഇപ്പോൾ പാർട്ട് എയിൽ തിയറി എന്തെങ്കിലും നമുക്ക് 4 കിട്ടും, പാർട്ട് ബിയിൽ 7 നമുക്ക് 4 എഴുതിയാൽ മതി, 4 തിയറി എന്തായാലും വരും. പ്രോബ്ലം 2 മിനിമം പ്രതീക്ഷിക്കുന്നത്. എസ് 4 2 എഴുതിയാൽ മതി, 2 തിയറി എന്തായാലും കിട്ടും, ഒരു പ്രോബ്ലമാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോബ്ലത്തിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാം, ഫുൾ മാർക്ക് അടിക്കാം പ്രോബ്ലം മുഴുവൻ ശരിയായി കഴിഞ്ഞാൽ. അപ്പോൾ പ്രോബ്ലം പഠിച്ച് കഴിഞ്ഞിട്ടില്ല, പ്രോബ്ലം നോക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം നോക്കിയില്ലെങ്കിലും സ്കോർ ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയാസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എസ് ആണെങ്കിലും റിസർച്ച് പ്രോസസ്സ്, സാമ്പിളിങ്, ഇതൊക്കെയാണ് റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ടുവരുന്ന എസ് ഏരിയാസ്. പിന്നെ സാമ്പിൾ ഡിസൈനൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നു. പിന്നെ ഒരു പ്രോബ്ലത്തിൽ മിക്കതും ഞാൻ പറഞ്ഞു നേരത്തെ അനോവയാണ് റിപ്പീറ്റ്, കോറിലേഷൻ, അതുപോലെ തന്നെ കൈ സ്ക്വയർ, ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് 1 by 1 ആയിട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം ബേസിക്സ് ആണ്. ബേസിക്സിൽ നിന്നും നമ്മൾ ഡിഗ്രിക്ക് കാണുന്ന പോലെ റിപ്പീറ്റ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ വരാറില്ല, എന്നാലും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലാദ്യം നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്താണെന്നൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഡിഗ്രിക്ക് ചോദിക്കാറുള്ളതാണ്, പക്ഷേ ഇവിടെ PGയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് നോക്കാം. ഇപ്പോൾ 3 വെയിറ്റേജിന് എന്തെങ്കിലും ചോദിച്ചാലായി, അപ്പോൾ നോക്കി വയ്ക്കാം. റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് അല്ല, കണ്ടിട്ടില്ല, എന്നാലും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കാം, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കി വയ്ക്കാം. നമ്മളിതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ നോക്കാം, ലാസ്റ്റ് നോക്കിയാലും മതി. ഇനി അപ്രോച്ചസ് ആണ്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, ഇത് 2 വെയിറ്റേജിൻ്റെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, എന്താണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്, ദാറ്റ്സ് ഓൾ. ഇനി അതിന് ശേഷം നമുക്ക് കാണാം ക്രൈറ്റീരിയ ഓഫ് ഗുഡ് റിസർച്ച്. ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല, നമുക്ക് നോക്കി വയ്ക്കാമെന്ന് മാത്രം, ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് മറ്റൊരു കാര്യമാണ്, ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇങ്ങനെ ബേസിക് ചാപ്റ്ററാണിത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ് കണ്ടിട്ടുള്ളത്. എന്നാലും ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസിൻ്റെ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കി പോകാം മാത്രം കേട്ടോ. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2, സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച്. അതിൻ്റെ റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഇതും പറയുകയാണെങ്കിൽ അതൊക്കെ ബേസാണ്. നീഡ് ഫോർ റിസർച്ച് ചോദിച്ചിട്ടില്ല, എന്തായാലും നോക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കാണാം. റിസർച്ചിൻ്റെ നീഡ് നോക്കി വയ്ക്കാം. ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ വീണ്ടും പറയണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല റിസർച്ചിൻ്റെ ഈ പറയുന്ന ഏരിയാസ് ഒന്നും. നെക്സ്റ്റ് തിയറി ബിൽഡിംഗ് ആണ്. ഇതിൽ ഡിഗ്രിക്ക് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്നത് ഇൻഡക്ഷൻ എന്താണ്, ഡിഡക്ഷൻ എന്താണ്. ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും 2 വെയിറ്റേജിന് തന്നെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, ഒന്ന് മാറ്റി പിടിക്കാൻ. അപ്പോൾ ഇൻഡക്ഷൻ എന്താണ്, ഡിഡക്ഷൻ എന്താണ്, അത് നോക്കി വെച്ചോളൂ കേട്ടോ. 2 വെയിറ്റേജിൻ്റെ ഇതിലേക്കാണ് ഇൻഡക്ഷൻ വേഴ്സസ് ഡിഡക്ഷൻ. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ നോക്കാം. ഇതൊന്നും അങ്ങനെ റിപ്പീറ്റായിട്ട് കാണാത്ത ഏരിയാസാണ്, ബേസിക്സ് ആണ്. അഗെയിൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ആണ്. ഞാൻ പറയുന്നു റിപ്പീറ്റ് എല്ലാവരും ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തായാലും നോക്കി വെച്ചോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഒരു എസ്സേക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. ദെൻ അതിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് പഠിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ 2 വെയിറ്റേജിൻ്റെയിലേക്ക് ആവാൻ വരാം. അതല്ലാണ്ടുള്ള കാര്യങ്ങൾക്കുള്ള സ്കോപ്പ് കുറവാണ്. ഒറ്റ പ്രാവശ്യമാണ് എസ്സേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, കോറിലേഷണൽ, എക്സ്പ്ലോറട്ടറി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൊരു ഇതെന്ന് വെച്ചാൽ, പിന്നെ ഇതിനെ പഠിക്കാൻ ബെസ്റ്റ് ബുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. സ്റ്റഡി മെറ്റീരിയലാണ് ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതെങ്കിലും ഇതിനേക്കാളും നല്ല പ്രസൻറ്റേഷൻ അതാ. സ്റ്റഡി മെറ്റീരിയൽ എന്തായാലും നമുക്കറിയാം ഇറ്റ്സ് നോട്ട് അപ് ടു ദി മാർക്ക്. അപ്ലൈഡ് റിസർച്ച്, അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വെയിറ്റേജിൻ്റെയുള്ള ഒരു ചോദ്യമായിരിക്കും വരാം. എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് 2 വെയിറ്റേജിൻ്റെ വരാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ ചോദിക്കാം, എസ്സേക്ക് ചോദിച്ചാൽ എഴുതാം. ആക്ഷൻ റിസർച്ച്,
ഇതിൽ നിന്ന് ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക്സ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇതൊക്കെയാണ്. ബട്ട് ഞാൻ പറഞ്ഞ ഒറ്റ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് റിസർച്ച് ആണ്. ഇതൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയണത് കേട്ടോ. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയാസാണ് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ആപ്ലിക്കേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രം. ഓക്കെ, ഇതൊന്നും ഇതുവരെയായിട്ട് ചോദ്യങ്ങൾ അവരിട്ടിട്ടില്ല. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ഇതിൽ കേസ് സ്റ്റഡി മെത്തേഡ് എന്താണെന്നുള്ളത് 1-2 പ്രാവശ്യം 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേസ് സ്റ്റഡി മെത്തേഡിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പഠിച്ചു വെച്ചോളൂ എന്താണ് കേസ് സ്റ്റഡി എന്നുള്ളത്. ഇത് നമുക്ക് ഇനിയും വരാൻ പോകുന്ന ഏരിയാസിൽ കാണാനുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി സർവേ നോക്കി വയ്ക്കുക. കേസ് സ്റ്റഡി എന്താണ്, സർവേ എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജ് ചോദ്യങ്ങൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. സർവേ എന്താണ്, കേസ് സ്റ്റഡി എന്താണ്. ഓക്കെ, എക്സ്പെരിമെന്റ് മെത്തേഡ് ഉണ്ട്. ദാറ്റ്സ് ഓൾ. സർവേ, സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പോൾ സർവേ, കേസ് സ്റ്റഡി, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സിൽ നമുക്ക് കാണാനുള്ളത്. ഇനി നെക്സ്റ്റ് റിസർച്ചിൻ്റെ പ്രോസസ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇപ്പോൾ ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 2 വർഷം SAD ചോദിച്ചുള്ള റിസർച്ച് പ്രോസസ്സാണ്. വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല. ബട്ട് ചോദിച്ചാൽ അതൊരു SAD ചോദിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള പല കണ്ടൻസും നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കും. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പഠിക്കണമെങ്കിൽ റിസർച്ചിൻ്റെ പ്രോസസ്സാണ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഇത് പഠിക്കണം എന്ന് പറയുന്നത്. essay ചോദിക്കാം, ചോദിക്കാതിരിക്കാം. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. SAD ചോദിച്ചില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ പല കണ്ടൻസും നമുക്ക് സെപ്പറേറ്റ് എക്സാമിനെ പ്രതീക്ഷിക്കാം. സോ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് അത് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ലിറ്ററേച്ചർ സർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് 3 വെയിറ്റേജിൻ്റെ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ദെൻ ഹൈപ്പോത്തസിസ് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ഒരൊറ്റ പ്രാവശ്യം SAയ്ക്കും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഹൈപ്പോത്തസിസ്? 2 വെയിറ്റേജിനെ ചോദിക്കാം. അതല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും. ഇനി റിസർച്ച് ഡിസൈൻ 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്. വലിയ മാർക്കിനുള്ള ചോദ്യത്തിനേക്കും സ്കോപ്പുള്ളതാണ്. റിസർച്ച് ഡിസൈനെ പറ്റി അതിൻ്റെ ഫാക്ടേഴ്സ് അത് നോക്കി വയ്ക്കാം. സാമ്പിൾ ഡിസൈൻ SAയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് സാമ്പിൾ ഡിസൈനെ പറ്റിയിട്ട്. അപ്പോൾ അവിടെയും നമുക്ക് കൂടുതൽ ഒരു ഐഡിയ കിട്ടും. സാമ്പിൾ ഡിസൈൻ. പിന്നെ സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. പലതരത്തിലുള്ള സാമ്പിളിംഗ് നിർബന്ധമായും പഠിക്കണം. 2 വെയിറ്റേജോ 3 വെയിറ്റേജോ ചോദ്യമായിട്ടും കിട്ടാം, SAy ആയിട്ടും കിട്ടാം. സാമ്പിളിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് കണ്ടോ ഇതിലുണ്ട്. സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്, ക്ലസ്റ്റർ. നിങ്ങൾ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കണം. എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ചോദിക്കാം. സാമ്പിളിംഗ് കേട്ടോ, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഓക്കെ, നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്സ്, ഡെലിബറേറ്റ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. ഇതൊക്കെ കുറച്ചും കൂടി നന്നായിട്ടുള്ള പ്രസൻറ്റേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് നിർബന്ധമായും പഠിക്കുക ഇതൊക്കെ കേട്ടോ. അതിനുശേഷം ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ ഉണ്ട്. ഇവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളിലോട്ട് അധികം നോക്കിയില്ലെങ്കിലും ക്വിക്കായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമത്. ഇപ്പോൾ ഡാറ്റ കളക്ഷൻ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, പിന്നെ പ്രൈമറി ഡാറ്റയിലെ ഒബ്സർവേഷൻ ഡിഗ്രിക്ക് SAയ്ക്ക് വരാറുള്ളതാണ്. നോക്കി വയ്ക്കുക. ഇവിടെ ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂ എന്താണ്, ക്വസ്റ്റ്യനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. SAയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, നിർബന്ധമായും പഠിക്കുക. അനാലിസിസ് ഓഫ് ഡാറ്റ, ഇതൊക്കെ നമുക്ക് റിസർച്ചിൻ്റെ പ്രോസസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള ഓരോ കണ്ടൻസും ആണ് ഓരോ യൂണിറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് SAy അടക്കം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദാറ്റ്സ് അബൌട്ട് റിസർച്ചിൻ്റെ പ്രോസസ്സ് പറയാനുള്ള കേട്ടോ. അപ്പോൾ റിസർച്ചിൻ്റെ പ്രോസസ്സ് പഠിച്ചാൽ ഞാൻ പറഞ്ഞു SAy കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ SAy വന്നില്ലെങ്കിലും 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ എന്തായാലും 1-2 എണ്ണം ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന്.
ദെൻ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റിസർച്ച് പ്രോസസ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് കേട്ടോ. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 4, റിസർച്ച് പ്രോബ്ലം. നമ്മൾ ഓൾറെഡി റിസർച്ചിന്റെ പ്രോസസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് റിസർച്ച് പ്രോബ്ലം. അപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റിൽ കാണാൻ സാധിക്കുമെങ്കിലും അത്രത്തോളം എടുത്ത് ചോദിക്കാറില്ല. എന്താണ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ നോക്കാം. 2 വെയിറ്റേജിൻ്റെ എന്തെങ്കിലും വന്നാലായി, അത് വിട്ടിട്ടൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇതുവരെയായിട്ട് റിസർച്ച് പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം എന്താണ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് മാത്രം നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയുള്ളതാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് 3 വെയിറ്റേജിന് തന്നെ വരാറുണ്ട്. എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ? നിർബന്ധമായും പഠിച്ചിരിക്കണം. 2 വെയിറ്റേജിൻ്റെയിലും 3 വെയിറ്റേജിൻ്റെയിലേക്കും കണ്ടിട്ടുള്ളതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കി വയ്ക്കാം. അത് വിട്ടിട്ടൊന്നുമില്ല. നമ്മുടെ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെപ്തിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ഡെപ്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പം എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് നോക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. ഒരു 2 and 3 വെയിറ്റേജ് ചോദ്യത്തിൽ വന്നാൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കാണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. ഇനി കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഒറ്റ പ്രാവശ്യം 2 വെയിറ്റേജിന് തന്നെ ചോദിച്ചിട്ടുണ്ട്, നോക്കി വയ്ക്കാം. കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്താണെന്നുള്ള ഒരു ചോദ്യം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡെവലപ്മെന്റ് ഓഫ് ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ്? നിർബന്ധമായും പഠിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് 2 വെയിറ്റേജ് ചോദ്യവും അതുപോലെ തന്നെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളൊരു ചോദ്യം 2 and 3 വെയിറ്റേജിലേക്ക് പലപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ ഇതിൽ അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി നോക്കുക. എന്താണ് ഹൈപ്പോത്തസിസ്, പിന്നെ നള്ള്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. 2 വെയിറ്റേജിലും 2ലും 3ലും ആണ് നമ്മൾ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. കണ്ടോ, ഓൾട്ടർനേറ്റീവ് എന്താണ്, നൾ എന്താണ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെപ്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അത്രത്തോളം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങളിലോട്ട് നിർബന്ധമായും ഫോക്കസ് കൊടുത്ത് പഠിക്കണം. സോ ദാറ്റ്സ് അബൌട്ട് ഹൈപ്പോത്തസിസ്. മൂവിങ് ടു നെക്സ്റ്റ് ഏരിയ റിസർച്ച് ഡിസൈൻ. ഈ ഒരു യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്ക് ഇതിൽ നിന്നൊക്കെ എസ്സേ വരാറുള്ളതാണ്. ഇവിടെ നമുക്ക് 2 and 3 വെയിറ്റേജിൻ്റെയിലാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അത് വിട്ടിട്ട് കൂടുതലൊന്നും കണ്ടുവന്നിട്ടില്ല. എസ്സേക്ക് അതിൻ്റെ ടൈപ്സ് ഒക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഉള്ളതാണ്. ഇവിടെ 3 വെയിറ്റേജിൻ്റെയിലേക്ക് എന്താണ് റിസർച്ച് ഡിസൈൻ എന്നും അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ഒക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ കോമ്പോണൻസ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ ഇത് നോക്കി വയ്ക്കാം. ഇതുവരെയായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഡെപ്തിൽ കേട്ടോ. അപ്പം എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്. 2 വെയിറ്റേജിൻ്റെ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, എക്സ്ട്രേനിയസ് വാരിയബിളിനെ പറ്റിയുള്ള ചോദ്യം റിപ്പീറ്റ് ആണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഹൈപ്പോത്തസിസ്, വാരിയബിൾസ്, സ്കെയിലിംഗ്, പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ് ഒക്കെ നിർബന്ധമായി നോക്കി വയ്ക്കണം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് അതിനെപ്പറ്റി പറയാനുള്ള ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ 3 വെയിറ്റേജിൻ്റെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നോക്കി വെച്ചോളൂ, ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഇനി അതിനെ പറ്റിയിട്ട് വല്ലാണ്ട് എക്സ്പ്ലനേഷൻസ് ഡെപ്തിൽ നമുക്ക് ഈ ബുക്കിൽ കാണാൻ സാധിക്കും. അതൊന്നും വലിച്ചു വാരി പഠിക്കേണ്ട, അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പുവർ പ്രസൻറ്റേഷനാണ്, വലിച്ചു വാരി കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് നോക്കി നേരം കളയരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ ദാറ്റ്സ് കണ്ടോ, ഇതിൽ ഒരുപാടുണ്ട്. അതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല ഡെപ്തിൽ കേട്ടോ. എന്താണ് റിസർച്ച് ഡിസൈൻ, ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി വയ്ക്കാം. അതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടോപ്പിക് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി. സിമ്പിളാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. എന്താണ് പോപ്പുലേഷൻ? 2 വെയിറ്റേജിൻ്റെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യം നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ പിന്നെ സാമ്പിൾ എന്താണ്, സെൻസസും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്, അഗെയിൻ 2 വെയിറ്റേജ് ചോദ്യം. സെൻസസ് മെത്തേഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്. സാമ്പിളിങ്ങും ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായും പഠിക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്, പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി നിർബന്ധമായും നോക്കണം. അതൊക്കെ റിപ്പീറ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിങ്. ഇപ്പോൾ സാമ്പിളിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്.
പിന്നെ അതിൻ്റെ തിയറി, ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ഇതൊക്കെ നോക്കാം കേട്ടോ. തിയറി ഇതാ വേണമെങ്കിൽ 2 വെയിറ്റേജിൻ്റെലേക്ക് ചോദിക്കാൻ സ്കോപ്പുള്ള ഒരു ചോദ്യമാണ്. സോ ദാറ്റ്സ് അബൌട്ട് സാമ്പിളിങ്. അപ്പോൾ സാമ്പിളിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിൾ ഡിസൈൻ SIക്ക് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചോദിക്കുമെന്നുള്ള അറിയില്ല. എന്താണ് സാമ്പിൾ ഡിസൈൻ, അതിൻ്റെ സ്റ്റെപ്സ് SIക്ക് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പിൾ ഡിസൈനെ പറ്റിയുള്ളത്. സാമ്പിളിംഗ് ടെക്നിക്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ് SIക്കുള്ള മറ്റൊരു ചോദ്യം. SIക്ക് ചോദിക്കാം. SIക്ക് ചോദിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് 2 and 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയിട്ട് നേരത്തെ നമ്മൾ കാണിച്ചതാണ്. അത് അവിടെ നേരത്തെ കണ്ടുണ്ടായിരുന്നു റിസർച്ച് പ്രോസസ്സിൽ. അപ്പോൾ അത് നമുക്കിവിടെ വീണ്ടും കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സ്ട്രാറ്റിഫൈഡ്. നേരത്തെ കാണിച്ചിരുന്നില്ലേ നമ്മൾ, അത് തന്നെ നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ, ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും പഠിക്കണം അത്. ക്വാട്ട, ഓക്കെ, ജഡ്ജ്മെൻറ്റ്, പർപ്പസീവ്, കണ്ട ക്വാട്ട. വീണ്ടും എൻ്റെ അടുത്ത് പറയണില്ല, സാമ്പിളിങ് എന്തായാലും നോക്കേണ്ടതാണ്. ദെൻ 2 വെയിറ്റേജ് ചോദ്യം, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. റിപ്പീറ്റ് ആണ് കേട്ടോ. സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്, നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. 2 വെയിറ്റേജ് ചോദ്യങ്ങളിലാണ് ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത്. സിസ്റ്റമാറ്റിക് ബയാസ് ഒറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ബയാസ് ഒറ്റ പ്രാവശ്യം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ഇനി നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്. എങ്ങനെയാണ് സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുക? ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. 3 വെയിറ്റേജിനെല്ലാം ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം തന്നെയാണ്, 1 2 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയറി നോക്കിക്കോളൂ നിങ്ങൾ. പ്രോബ്ലം ഉണ്ട് ഇതിൽ. എങ്ങനെയാണ് സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുക? ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാമ്പിൾ സൈസ്, ഇതാണ് തിയറി ആയിട്ട് ഇതിലുള്ള. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രോബ്ലം പഠിക്കണ്ടോ, ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നോക്കിക്കോളൂ. 7 എണ്ണത്തിൽ 2 പ്രോബ്ലമാണ് സാധാരണ 8 കണ്ടു വന്നിട്ടുള്ള അവർ പാർട്ട് ബിയിൽ. അതിൽ ഒരെണ്ണം ചിലപ്പോൾ ഇതാവാം. സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും പറയണു, പ്രോബ്ലം സ്കിപ്പ് ചെയ്ത വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ പ്രോബ്ലം. കാരണം അപ്പുറത്ത് വേറെ തിയറി ചോദ്യം ഉണ്ട്. പ്രോബ്ലം പഠിച്ചുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് നമ്പർ 13 ഇതിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ട്. ഇനി ഡാറ്റ കളക്ഷൻ ആണ്. ഈസിയസ്റ്റ് ഏരിയ ആണ്, എക്സാമിന് പലപ്പോഴും വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കുക. പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്? പ്രൈമറി ഡാറ്റ മെത്തേഡ്സ് SIക്ക് പലപ്പോഴും വരാറുള്ളതാണ്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ക്വസ്റ്റനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, അതിനെപ്പറ്റിയുള്ള ചോദ്യം പലപ്പോഴും 3 വെയിറ്റേജിലും SIക്കും കണ്ടുവന്നിട്ടുണ്ട്. ഒബ്സർവേഷൻ ഉണ്ട്, നോക്കി വയ്ക്കാം. ഇൻ്റർവ്യൂ, ഇപ്പോൾ ഒബ്സർവേഷൻ നോക്കുക. ഡിഗ്രിയുടെ പോലെ അങ്ങനെ റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, എന്നാലും 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. പ്രൈമറി ഡാറ്റനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക. അതിൽ ഒബ്സർവേഷൻ, ഇനി ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇൻ്റർവ്യൂവിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിനൊക്കെ ചോദിക്കാം. ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എളുപ്പമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റനെയർ എന്താണ്. ക്വസ്റ്റനെയറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. ക്വസ്റ്റനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് ഇപ്പോൾ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് എന്താണ്, വലിച്ചു വരി പഠിക്കാണ്ട് കൺസെപ്റ്റ് ഓരോന്നിൻ്റെ മനസ്സിലാക്കി പോവാം. അതാണ് മറ്റൊന്ന് പറയാനുള്ള. ക്വസ്റ്റനെയറിനെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഷെഡ്യൂൾ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അതാ ഷെഡ്യൂള്, ക്വസ്റ്റനെയർ നമ്മളുടെ ഡിഫറൻസ് ഇത് നോക്കി വെച്ചോളൂ. 3 വെയിറ്റേജിൻ്റെലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എളുപ്പമായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഡാറ്റ കളക്ഷനിൽ പ്രൈമറി, സെക്കൻഡറി, പ്രൈമറിയിലത്തെ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, പിന്നെ അതിനുശേഷമുള്ള ക്വസ്റ്റനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണെന്നുള്ളതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് സെക്കൻഡറി ആണ്. സെക്കൻഡറി ഡാറ്റ എന്താണെന്നുള്ളത് നോക്കാം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് 2 വെയിറ്റേജിൻ്റെ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊന്നും അങ്ങനെ റിപ്പീറ്റ് അല്ല.
ഇതൊക്കെ ഡിഗ്രിക്ക് പിന്നെയും വന്നിട്ടുണ്ട്, PGക്ക് ഒന്നും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല കേട്ടോ. പലതരത്തിലുള്ള ടെസ്റ്റുകൾ റിപ്പീറ്റ് ആയിട്ടുണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക് അത് കണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡെപ്ത് ഇൻ്റർവ്യൂസ് ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം. ഡെപ്ത് ഇൻ്റർവ്യൂസ് എന്താണെന്നുള്ളത് നോക്കണം. കണ്ടന്റ് അനാലിസിസ് നോക്കി വെച്ചോളൂ. 2 വെയിറ്റേജ് ആണ് കണ്ടന്റ് അനാലിസിസ്. പിന്നെ സെക്കൻഡറി ഡാറ്റയാണ് വരുന്നത്. പ്രൈമറി സെക്കൻഡറി എന്തെങ്കിലും പഠിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ എളുപ്പമുള്ള ഒരു ടോപ്പിക്കായിട്ട് അത് വരും. എസ് ഐക്ക് ഇതുവരെ അത് ഇട്ട് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കൂടുതൽ കണ്ടുവന്നുള്ള ടോപ്പിക്കുകൾ നേരത്തെ. കേസ് സ്റ്റഡി 2 വെയിറ്റേജ് ചോദ്യം നിർബന്ധമായി നോക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. നെക്സ്റ്റ് വരുന്നത് മെഷർമെന്റ് ആൻഡ് ഡാറ്റ ആണ്. ഇതിൽ സ്കെയിലിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ആദ്യം മെഷർമെന്റ് എന്താണെന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. ബേസിക് ക്വസ്റ്റ്യൻസ് സ്കെയിലിംഗ് ആണ് മെയിനായിട്ട് ഇതിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇതൊന്നും അങ്ങനെ വാരിയബിൾസ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ വീണ്ടും വരുന്നുണ്ട്. എന്താണ് വാരിയബിൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. ദെൻ സ്കെയിൽ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ. 2 വെയിറ്റേജിൻ്റെയിലേക്കാണ് അത് കണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം 3 വെയിറ്റേജിൻ്റെയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കെയിലിംഗ് എന്തായാലും നോക്കാം, ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് കാണാം. ഇതൊക്കെ റിപ്പീറ്റ് ആണ്. റേഷ്യോ സ്കെയില് റിപ്പീറ്റ് ആയിട്ട് 2 വെയിറ്റേജിൻ്റെ. ഗുഡ്നെസ് ഓഫ് മെഷർമെന്റ് ഓഫ് സ്കെയിൽ നോക്കാം. വാലിഡിറ്റി എന്താണ്, കണ്ടന്റ് വാലിഡിറ്റി, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്, ഡിഗ്രിക്കും വരാറുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ മെഷറർ, ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ഇതൊന്നും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഈ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്കെയിലിംഗ് ആണ്. ഞാൻ പറഞ്ഞു സ്കെയിലിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം വരാറുണ്ട്. മെഷർമെന്റ് ഓഫ് സ്കെയിൽ നേരത്തെ കണ്ടു. അതിന് ശേഷം ഇപ്പോൾ ലിക്വിഡ് സ്കെയിൽ എന്താണ്, ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട്. അതല്ലാണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഏരിയാസ് ഒന്നും അങ്ങനെ ഡെപ്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഏതെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂസ് റേറ്റിംഗ്, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയില്, ഇങ്ങനെ ലിക്വിഡ് സ്കെയിൽ, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ. അതല്ലാണ്ട് പലതരത്തിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം. അതല്ലാണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മുകളിൽ കണ്ടതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. വെറുതെ നേരം കളയരുത്. അതൊക്കെ നോക്കിയിട്ട് ഇവർ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും സ്റ്റാപ്പിൾ സ്കെയിൽ നോക്കാം. സ്കെയിലിൽ ഏതെങ്കിലും ഒരെണ്ണം, ഗട്ട്മാൻ സ്കെയിൽ, ഒരു സ്കെയിലിനെ പറ്റിയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് സ്കെയിലിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ആണ്. ഇതിൽ ക്ലാസിഫിക്കേഷൻ എന്താണ്, ടാബുലേഷൻ എന്താണ്, ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് എന്താണ്, ക്ലാസിഫിക്കേഷൻ 3 വെയിറ്റേജ് ചോദ്യമാണ്. കോഡിങ്, ഇതൊക്കെ ആ രീതിയിൽ തിയറി നോക്കാം. അതാണ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് 3 വെയിറ്റേജിൻ്റെ നോക്കി വയ്ക്കുക. ദെൻ ഇനി ഈ ചാപ്റ്ററിലാണ് ഇനി നമുക്ക് പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രോബ്ലംസിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ഏരിയാസാണ് എക്സാമിന് കണ്ടുവന്നിട്ടുള്ള. ഒരെണ്ണം 3 വെയിറ്റേജ്, ഒരെണ്ണം എസ് എക്ക് എന്തായാലും ഒരെണ്ണം വരാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കോഡിങ്, എഡിറ്റിംഗ് ഒക്കെ നോക്കാം. ഇനി ഡാറ്റ അനാലിസിസ് ആണ് 3 വെയിറ്റേജിൻ്റെ പലപ്പോഴും വരാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. മൾട്ടിവേരിയേറ്റ് അനാലിസിസ് എന്താണ്, ബൈവേരിയേറ്റ് അനാലിസിസ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 3 വെയിറ്റേജിൻ്റെ ഒരെണ്ണം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെ അനാലിസിസ് ഓഫ് ഡാറ്റ എന്താണ്, അതിൽ ഈ പറയുന്ന മൾട്ടിവേരിയേറ്റ് എന്താണെന്നുള്ള ചോദ്യം അങ്ങനെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലോട്ടാണ് അതിനുശേഷം ഇതിൽ കിടക്കേണ്ടത്. പ്രോബ്ലത്തിൽ അനോവ, അതേപോലെ മീൻ മീഡിയം മോഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, കോറിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കോറിലേഷൻ കാണാനോ അല്ലെങ്കിൽ റിഗ്രഷൻ, അനോവ, പിന്നെ കൈ സ്ക്വയർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെയാണ്. ഒരെണ്ണം എസ് എ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ
സൈസ് ഓഫ് ദ സാമ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം 3 വെയിറ്റേജിൻ്റെ. ഇങ്ങനെയൊക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോറിലേഷൻ നോക്കാം, റിഗ്രഷൻ നോക്കാം, അതാവാം. പിന്നെ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ അത് നോക്കാം. അത് കഴിയാത്തവരാണെങ്കിൽ അത് നോക്കണം എന്നില്ല. വേറെ തിയറി ടോപ്പിക്സ് ഉണ്ട്. ഹൈപ്പോസിസിനെ പറ്റിയുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്. ഇപ്പോൾ വീണ്ടും ഇതിൽ പ്രോബ്ലം പഠിപ്പിക്കുമ്പോൾ ഇതിൽ വീണ്ടും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡെപ്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. എനോവ അതാണ് SCക്ക് വരുന്നത്. 1 വേ എനോവയാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഡിഗ്രിക്ക് അല്ല PGക്ക് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, chi² ആണ് പിന്നെ വരുന്നത്, ഞാൻ പറഞ്ഞു. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് പ്രോബ്ലം വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇത് അനാലിസിസ് ആണ്. ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, ഫാക്ടർ അനാലിസിസ് ഒക്കെ 2 വെയിറ്റേജിന് കണ്ടിട്ടുണ്ട് കേട്ടോ. ക്ലസ്റ്റർ അനാലിസിസ്, ലാസ്റ്റിന് റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ്. പാത്ത് അനാലിസിസ് ഒക്കെ തിയറിക്ക് നോക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലാസ്റ്റാണ്, റിപ്പോർട്ട്. SAക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയാണ്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയിൽ നിന്നും അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല ഈ പറയുന്ന യൂണിറ്റിൽ നിന്നും. സിലബസിൽ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് വെറുതെ വലിച്ചു വാരി സമയം വേസ്റ്റ് ആക്കരുത്. ഇനി മെയിനായിട്ട് റിസർച്ച് റിപ്പോർട്ടാണ് ലാസ്റ്റ് ഏരിയ. ഇതൊന്നും ഇതുവരെയായിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എറേഴ്സ്, ഇൻ്റർപ്രിട്ടേഷൻ, പിന്നെ ലാസ്റ്റ് ഏരിയയിലോട്ട് കിടക്കാം. റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയുള്ള ചോദ്യം ടോപ്പിക് ഇതാണ് നമ്മുടെ യൂണിറ്റ് നമ്പർ 20. നമുക്ക് SAക്ക് പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ 2 വെയിറ്റേജ് ആയിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് റിസർച്ച് റിപ്പോർട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോമാറ്റ്. ഇതാണ് ഒരു SA. അപ്പം നിർബന്ധമായി ഇത് പഠിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഉണ്ട്, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് റിപ്പോർട്ട് ഉണ്ട്. ദെൻ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, നോക്കാം. ദെൻ സ്റ്റെപ്സ്, ആ സ്ട്രക്ചറാണ്, സ്റ്റെപ്സ് നോക്കാം. ലേ ഔട്ട് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഒരു SAക്ക് റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയുള്ള ഒരെണ്ണം ചോദിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഉണ്ട്, അത് നോക്കി വയ്ക്കുക. കാരണം അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. പോപ്പുലർ റിപ്പോർട്ട്, റിട്ടേൺ റിപ്പോർട്ട്, കണ്ടോ പലതരത്തിലുള്ള റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിനും പ്രതീക്ഷിക്കാം. സമ്മറി ഓഫ് റിപ്പോർട്ട്, ബിബ്ലിയോഗ്രഫി എന്താണ്, ഫുഡ് നോട്ട്, റെഫറൻസ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ 2 വെയിറ്റേജിനായിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SAക്ക് പ്രതീക്ഷിക്കാം. ലേ ഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അതിൻ്റെ ടൈപ്സ് നോക്കുക. പിന്നെ സ്ട്രക്ചറിലുള്ള ഈ പറയുന്ന ബിബ്ലിയോഗ്രഫി, റെഫറൻസ്, ഇതൊക്കെ 2 വെയിറ്റേജിന് സെപ്പറേറ്റും പ്രതീക്ഷിക്കാം. ഇതാണ് റിസർച്ച് മെത്തഡോളജിയെ പറ്റി പറയാനുള്ള വലിയൊരു സബ്ജക്റ്റാണ്. ബട്ട് വലിച്ചുവാരി ഒരുപാടുണ്ടെങ്കിലും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. റിസർച്ചിൻ്റെ ബേസ് ആദ്യത്തെ ഏരിയയിൽ നിന്ന് നോക്കാം. സിഗ്നിഫിക്കൻസും മറ്റു കാര്യങ്ങളൊക്കെ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ, ക്യാരക്ടറിസ്റ്റിക്സ്, 2 വെയിറ്റേജ് 3 വെയിറ്റേജ് വന്നാലായി. ദെൻ ദ മെയിൻ ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് പ്രോസസ്സാണ്. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഹൈപ്പോത്തിസിസ്, റിസർച്ച് ഡിസൈൻ നോക്കാം. പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി, സാമ്പിൾ ഡിസൈനെ പറ്റിയുള്ള കാര്യങ്ങൾ, സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബ്ലം വരാറുണ്ട്. ഡാറ്റ കളക്ഷൻ മറ്റൊരു ഏരിയ, സ്കെയിലിംഗ് മറ്റൊരു ഏരിയ, ഡാറ്റ അനാലിസിസ് മറ്റൊരു ഏരിയ, ലാസ്റ്റ് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇത്ര യൂണിറ്റിലോട്ട് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റിസർച്ച് മെത്തഡോളജി. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.